പോയി അങ്ങനെ. പിന്നെ എവിടെയെങ്കിലും പള്ളിയുടെ ഹൗദങ്കരയിലെ സൈഡിൽ വന്ന് കിടക്കും. ഒരു കറുത്ത ബാണ്ടൊക്കെ ഇട്ടും കൊണ്ട് നടക്കും. കിതാബുകൾ എഴുതും, ഖുർആനിരുന്ന് പഠിക്കും. ഇങ്ങനെ നടക്കും. പള്ളിയിലെ മുക്രിമാർ ബാണ്ടക്കെട്ട് ഹൗദിൻ്റെ കരിയേക്ക് ഇങ്ങനെ തട്ടിയിടും. ഏതാ ഈ തന്ത? ഇതാരാ ഈ ആളാരാ? പറയും ഇമാം ഗസാലി ഇന്നാലിൻ്റെ നാട്ടിലുണ്ടെന്നാ രാജാക്കന്മാർ പടകെട്ടി പാഞ്ഞൊന്നുകൊണ്ടുപോകും. ആ ആളെയാണ് ആര് വലിച്ചിട്ട് പുറത്താക്കണത്? മനസ്സിലായില്ല. പള്ളിൻ്റെ ഉള്ളിൽ കിടക്കാൻ മുക്രിമാർ സമ്മതിക്കൂല. അത് അന്നും സമ്മതിക്കൂല, ഇന്നും സമ്മതിക്കൂല. മുക്രിമാർക്ക് അങ്ങനത്തെ ഒരു കറാമത്തുണ്ട്. എത്രപ്പോൾ കിതാബ് എഴുതും. കിതാബ് എഴുതിയ കിതാബിൻ്റെ രേഖകളടക്കം ചിലർ തട്ടിക്കളി. ഈ തന്ത എന്താ ഇവിടെ വന്ന് ഇങ്ങനെ എഴുതി കുത്തുന്നത്? ഇയാൾക്ക് എന്തിൻ്റെ കേട്? ആ കിതാബുകളാണ് ഇന്ന് ലോക പ്രശസ്തമായ കിതാബുകൾ. സുബ്ഹാനല്ലാഹ്. മഖാസിദുൽ ഫലാസഫ, തഹാഫത്തുൽ ഫലാസഫ, അതൊക്കെ ആ കാലത്ത് എഴുതിയ ഗ്രന്ഥങ്ങളാണ്. അതിന് മറുപടി പറയാൻ ഇന്ന് വരെ ഒരാൺകുട്ടി ലോകത്തിൽ ജനിച്ചിട്ടില്ല. 11ാമത്തെ കൊല്ലം ഒരിക്കൽ ബൈത്തുൽ മുഖദ്ദസിലെ പാറയുടെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ അല്ലാഹു തആല വാതിൽ തുറന്നു കൊടുത്തു. വാതിൽ തുറന്നു. ഏത് വാതിൽ? 70 വാതിൽ തുറന്നാൻ എനിക്കല്ല ആരും അറിയാത്ത ഇൽമാൽ അതെന്നോറ്. ഉടമക്കാരൻ ആര്, അടിമ ആര്? ഉടമക്കാരനെ അറിഞ്ഞില്ലെങ്കിലും അടിമക്ക് അടിമയെ അറിയണം. ഉടമക്കാരിൽ നിന്ന് അടിമ എവിടെ നിൽക്കുന്നു എന്ന് അടിമക്ക് ബോധ്യപ്പെട്ടു. ബൈത്തുൽ മുഖദ്ദസിൽ ഒരു പാറയുണ്ട്. ആ പാറയുടെ ചുവട്ടിലിരിക്കുമ്പോൾ ഒരു ദിവസം അല്ലാഹു വാതിൽ തുറന്നു കൊടുത്തു. അപ്പോൾ എണീറ്റോടി മക്കയിലേക്ക് ഹജ്ജ് ചെയ്ത് തിരിച്ചു വന്നു. ഇപ്പൊ തിരിഞ്ഞു. ഞാൻ ആരാന്ന് മനസ്സിലായി. മറ്റേ ഞാൻ റബ്ബാന്ന് മനസ്സിലാക്കും. ഇപ്പോൾ ഞാൻ അടിമയാണെന്ന് മനസ്സിലാക്കി. ഒരു പാഠം പഠിപ്പിച്ചില്ല, ഒരു യൂണിവേഴ്സിറ്റിയിലും പ്രസംഗിച്ചില്ല. അക്കാലത്ത് അള്ളാനെ തിരിയാൻ നടന്നു. പിന്നെ ബഗ്ദാദിൽ AD 1106 ബഗ്ദാദിൽ തിരിച്ചെത്തി ബഹുമാനപ്പെട്ട മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ ഗസാലി. പിന്നെ പ്രസംഗിച്ചതുമില്ല, ഒന്നുമില്ല. പിന്നെ അവിടെ ജീവിച്ചു 2 കൊല്ലം. പണ്ഡിതന്മാർ വന്ന് അവരെ മൊത്തേക്ക് നോക്കിയാൽ സംശയം മാറും. വർത്താനൊന്നും പറയില്ല. 30ഓളം ആള്യം ഉണ്ടായത് എഴുതിയിരുന്ന ഒരു മുഫസ്സിർ ഉണ്ടായിരുന്നു. ആ മുഫസ്സിറിൽ ഖുർആൻ വ്യാഖ്യാനം എഴുതിയപ്പോൾ ചില ഡൗട്ട്സുകൾ ഉണ്ടായിരുന്നു. ആ ഡൗട്ട്സ് ഗസാലിയോട് ചോദിച്ചിട്ട് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചു. അക്കാലത്ത് ഗസാലി ഇമാം ഗായിബ. അദ്ദേഹം ഗസാലി ഇമാമിനെ അന്വേഷിച്ച ഗസാലി ഇമാമിൽ നിന്ന് സംശയം തീർക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന കാലത്ത് ഗസാലി ഇമാം നാട്ടിലില്ല. ഗസാലി ഇമാം ഗായിബ എവിടെ പോയത് ആർക്കും അറിയില്ല. ഒരിക്കൽ ഡമാസ്കസിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് വിവരം കിട്ടി ഗസാലി ബഗ്ദാദിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ കാഫില കിട്ടി ബഗ്ദാദിലേക്ക്. അങ്ങനെ ബഗ്ദാദിൽ ചെന്നു. പള്ളിയുടെ ഹൗദിൽ പോയി ഒളു കൊടുത്തു. പള്ളിയിൽ കയറി. ഗസാലി ഇമാം പള്ളിയിലുണ്ട്. ആ മുഖത്തേക്ക് നോക്കി. ഫഅസാല അല്ലാഹു ശക്ക മിൻ ഖൽബിഹി. ആ ശക്ക് ഒറ്റ നോട്ടത്തിൽ അല്ലാഹു മനുഷ്യന്റെ മനസ്സിൽ നിന്ന് എടുത്തു.